നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രഷർ റൂമിലേക്ക്. 2024 മലയാള സിനിമയ്ക്ക് വലിയ നഷ്ടങ്ങൾ സംഭവിച്ച കാലമാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ദിവസം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളും അവർ ചൂണ്ടിക്കാട്ടിയിരുന്നു. 199 സിനിമകളാണ് ഡിസംബർ വരെ ഇറങ്ങിയത്. ആ 199 സിനിമയിൽ 26 സിനിമകൾ മാത്രം വിജയിച്ചത്. അത് ഹിറ്റും സൂപ്പർ ഹിറ്റുമായി ആവറേജുമായി 26 സിനിമകൾ. ബാക്കി സിനിമകളെല്ലാം വലിയ നഷ്ടം. 1000 കോടിയോളമാണ് സിനിമയ്ക്ക് മുടക്ക് വന്നത്. തിരിച്ചു കിട്ടിയത് 350 കോടിയോളമാണ് എന്നാണ് വാർത്താക്കുറിപ്പിൽ ഇവർ അറിയിച്ചത്. നമുക്കറിയാം, അത്ര പ്രതിസന്ധിയിലാണ് മലയാള സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് തന്നെ ഇവർ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം താരങ്ങളുടെ അമിത ശമ്പളം. അത് ഈ കോവിഡ് സമയത്ത് മുതൽ ഇവർ ആവശ്യപ്പെടുന്ന താരങ്ങളുടെ അമിത ശമ്പളമാണ് ഈ മലയാള സിനിമയുടെ വലിയ നഷ്ടം. അതോടൊപ്പം വലിയ ടെക്നീഷ്യന്മാരുടെ അമിത ശമ്പളം. ഇത് കുറയ്ക്കാതെ ഈ സിനിമ മുന്നോട്ട് പോകില്ല. അന്ന് സുരേഷ് കുമാർ എന്നോട് പറഞ്ഞത് നിർമ്മാണം നിർത്തിവെക്കണം എന്നാണ് എന്നോട് പറഞ്ഞത്. അല്ലാതെ ഇതിനൊരു പരിഹാരം കാണില്ല. എവിടുന്നോ ഏതോ ഒക്കെ പ്രൊഡ്യൂസർമാർ വന്ന് സിനിമകൾ എടുക്കുന്നു, അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് സിനിമ എടുക്കുന്നത് എന്ന് പറഞ്ഞു. OTT ബിസിനസ് ഉണ്ട് എന്ന് പറഞ്ഞൊക്കെയാണ് സിനിമ എടുപ്പിക്കുന്നതെന്ന് അന്ന് സുരേഷ് കുമാർ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് നിർമ്മാതാക്കളുടെ സംഘടന, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട, ഇന്ന് നിർമ്മാതാക്കളുടെ സംഘടനയിൽ യോഗം ചേർന്നു. അവരുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ കാര്യങ്ങൾ വ്യക്തത കൂടി വരികയാണ്. ഇന്ന് ഉണ്ടായ തീരുമാനങ്ങൾ എനിക്ക് കിട്ടിയ വിവരമനുസരിച്ച് സൂചന അനുസരിച്ച് ഞാൻ പറയുകയാണ്. ഉടൻ തന്നെ മറ്റ് സംഘടനകളുമായിട്ട് ഈ താരങ്ങൾ അമിത ശമ്പളം വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ട് താരസംഘടന അമ്മയുമായിട്ട്, അതോടൊപ്പം തന്നെ ടെക്നീഷ്യന്മാരുടെ സംഘടനയായിട്ട് ഫെപ്കയുമായിട്ട്, അങ്ങനെ എല്ലാ സിനിമാ സംഘടനകളുമായിട്ട്, തിയേറ്റർ ഉടമകളുടെ സംഘടന എല്ലാമായിട്ട്, ഫിയോക്ക് ഉൾപ്പെടെയായിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ സിനിമ വലിയ പ്രതിസന്ധിയിലാണ്. ഒരു നിർമ്മാതാവിന് സിനിമ നിർമ്മിക്കാൻ കഴിയാത്ത രീതിയിൽ പ്രതിസന്ധിയിൽ പോകുന്നതുകൊണ്ട് അടിയന്തരമായി ഇവരുമായിട്ട് ചർച്ച നടത്താൻ തീരുമാനിച്ചിരുന്നു. ആ ചർച്ച ഫലം കാണാത്ത നിലയിലേക്ക് വന്നാൽ മറ്റു നടപടിയുമായി മുന്നോട്ട് പോകാൻ നിർമ്മാതാക്കളുടെ സംഘടന തീരുമാനിച്ചിരിക്കുന്നു. ഇത് കൃത്യമായി തന്നെയാണ് ഇന്നത്തെ യോഗത്തിൽ ഇവരെടുത്ത തീരുമാനമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അഭിപ്രായങ്ങൾ പലതായിരുന്നതോടെ ആ അഭിപ്രായങ്ങളൊന്നും ഏകീകരിച്ചാണ് ഇതര സംഘടനകളുമായിട്ട് ഉടൻ തന്നെ ചർച്ച. മലയാള സിനിമ ഒന്നിലെ രക്ഷപ്പെടണം, ഇല്ലെങ്കിൽ മലയാള സിനിമ വലിയ പ്രതിസന്ധിയിൽ പോകും. ഇത് എല്ലാവരെയും അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി എല്ലാ സംഘടനയുമായിട്ട് ഉടൻ തന്നെ അടുത്ത ദിവസങ്ങളിൽ ചർച്ച നടത്താൻ തീരുമാനിച്ചു എന്ന വിവരം ലഭ്യമായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഓൺലൈൻ മീഡിയാസിനുള്ള അക്രഡിറ്റേഷൻ്റെ കാര്യം അന്ന് അവർ പറഞ്ഞു. അക്രഡിറ്റേഷൻ നൽകുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി, മാസങ്ങളായി ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നുകൊണ്ട് അതൊന്ന് ഡൗൺ ആയിരുന്നു. എന്നാൽ അടുത്ത മാസം മുതൽ കൃത്യമായി നടപടിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അക്രഡിറ്റേഷൻ കാർഡ് നൽകുന്ന മാനദണ്ഡം ഉൾപ്പെടെ അവർ പറഞ്ഞിരുന്നു. ആ മാനദണ്ഡം അനുസരിച്ച് തന്നെയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഇപ്പോൾ അക്രഡിറ്റേഷന് വേണ്ടി കൊടുത്ത ആളുകളുണ്ട്, അവർക്കുള്ള അക്രഡിറ്റേഷൻ കാർഡ് അടുത്ത മാസം നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരവും ലഭ്യമായിട്ടുണ്ട്. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന ആവശ്യപ്പെട്ട നിലയിലുള്ള രേഖകൾ ഹാജരാക്കി അക്രഡിറ്റേഷൻ എടുക്കാനുള്ള നടപടിയിലേക്ക് അവർ അടുത്ത മാസം അവരാണ് സമയം നൽകിയിരിക്കുന്നതെന്ന് വിവരം ലഭിച്ചിരിക്കുന്നു. അല്ലാത്തവരെ ആരെയും ഒരു പരിപാടിക്കും സമ്മതിപ്പിക്കില്ല എന്ന കൃത്യമായ നടപടിയായി പോകുന്നു. അതോടൊപ്പം തന്നെ തിയേറ്ററിലുള്ള റെസ്പോൺസുമായി ബന്ധപ്പെട്ട് അവർ തീരുമാനം എടുക്കുന്നു എന്നാണ് എനിക്കുന്നത്. തിയേറ്ററിൽ വെറുതെ വന്ന് കോമാളിത്തരങ്ങൾ കാണിക്കുന്ന ആളുകളുമായി സഹകരിക്കുന്ന മീഡിയാസുമായിട്ട് നിർമ്മാതാക്കൾ, ഓരോ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഉചിതമായ തീരുമാനം എടുക്കാനുള്ള നടപടിയിലേക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അവരുടെ ബൈറ്റുകൾ എടുക്കുക, അവരുടെ വിഷ്വൽസ് എടുക്കുക, ഈ കാര്യങ്ങൾ വേണ്ട. ഇതിപ്പോൾ വനിതാ തിയേറ്ററിലൊക്കെ അത്തരം സംഭവങ്ങൾ നടക്കുന്നു. അത് തിയേറ്റർ ഉടമകൾ പല പ്രാവശ്യം അത് സാധിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും വക കൂട്ടാതെ ചില ആളുകൾ കോമാളിത്തരവുമായി എത്തുകയും അവരുടെ ബൈറ്റുകൾ എടുക്കുകയും, പക്ഷേ എന്നാൽ സിനിമയ്ക്ക് നിർമ്മാതാവ് ഈ ഓൺലൈൻകാർക്ക് ടിക്കറ്റ് എടുത്ത് 150 രൂപ ടിക്കറ്റ് എടുത്ത് ഓൺലൈൻകാരെ പ്രവേശിപ്പിക്കും. എന്നാൽ അതിന് വേണ്ടുള്ള റിവ്യൂ കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ ഈ നിർമ്മാതാവിന് വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു നടപടിയിലേക്ക് പോകാനും തീരുമാനിച്ചിരിക്കുമെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. എന്തായാലും സിനിമാ സംഘടന എല്ലാവരുമായിട്ട് ചേർന്ന് ഇതിനെല്ലാം ഒരു ഫലം കാണുന്ന നിലയിലേക്ക് പോകുന്നു. അത് സിനിമയുടെ നഷ്ടമാണ്. അതോടൊപ്പം തന്നെ OTT ബിസിനസ്സുകളൊന്നും സിനിമയ്ക്ക് നടക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ ചൂണ്ടിക്കാണുന്നത്. തിയേറ്ററിൽ ഓടിയാൽ മാത്രമേ OTT വന്നു, എന്നാലും OTT എടുക്കുന്നില്ലാത്തൊരു നിലയിലേക്ക് പോകുന്നു. വലിയ വലിയ താരങ്ങളുടെ സിനിമ പോലും OTT ബിസിനസ് നടക്കാത്ത നിലയിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ പേപ്പർ വ്യൂ ആയിട്ടാണ് ഇപ്പോൾ OTT ബിസിനസ് നടക്കുന്നത്. അത് 8 രൂപ എന്നതായിരുന്നു ഒരു സിനിമയ്ക്ക് കിട്ടിക്കൊണ്ട് ഒരാൾ കണ്ടു കഴിഞ്ഞാൽ അത് നേർപകുതിയായി 4 രൂപയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്ന വിവരം ലഭ്യമായിരിക്കുന്നു. അത് 1 മണിക്കൂർ കണ്ടാൽ 1 രൂപയും അരമണിക്കൂർ കണ്ടാൽ 1 പൈസയും ലഭിക്കാത്ത നിലയിലേക്കാണ് OTTയുടെ പേപ്പർ വ്യൂ എന്ന കാര്യവും ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ സിനിമാ മേഖലയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നിർമ്മാതാക്കളുടെ സംഘടന അടിയന്തരമായി തന്നെ ഇത്തരം നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്ന എല്ലാ സംഘടനയുമായിട്ടും കൂടിയിരുന്ന് തീരുമാനമെടുത്ത്
ഈ ടെക്നീഷ്യന്മാരുടെയും അതോടൊപ്പം തന്നെ താരങ്ങളുടെയും ഈ ശമ്പളം ഒന്ന് കുറയ്ക്കണം എന്ന നിലയിലേക്ക് ഇവർ ആവശ്യപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ സിനിമാ വ്യവസായം മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഇത് ഉടൻ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് നിർമ്മാതാക്കളുടെ സംഘടന. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.